ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ സാധാരണയായി എല്ലാ PSC എക്സാമുകൾക്കും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഏറ്റവും വലുത് ഏത്, ഏറ്റവും ചെറുത് ഏറ്റവും നീളം കൂടിയത്, ഏറ്റവും നീളം കുറഞ്ഞത്, അതുപോലെ ആദ്യം വന്നത്, ആദ്യത്തേത്, അവസാനത്തേത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏകദേശം എല്ലാ PSCക്കും ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ളത് നമ്മുടെ ലോകം, ഇന്ത്യ, അതുപോലെ കേരളം എന്നിവയിൽ നിന്ന് പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ട് വലുത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണത്. ഇതിന് ശേഷം വലുത് കഴിഞ്ഞ് അടുത്തത് ചെറുത്, ഇതിൻ്റെ തന്നെ ബാക്കി ക്ലാസ്സും അതുപോലെ ഏറ്റവും ചെറുത് ഏതൊക്കെയാണ് എന്നുള്ളതും ആദ്യത്തേത് അവസാനത്തേത് എന്നിങ്ങനെ വീണ്ടും തുടർന്ന് ക്ലാസ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലോകസമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന ഏത്? നിങ്ങൾക്കൊപ്പം പറഞ്ഞു പഠിച്ചു പറഞ്ഞാൽ മനസ്സിൽ നിൽക്കും. ലോകസമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയാണ്, UN ആണ് അല്ലേ. ലോകസമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന UN. UNൻ്റെ ഏറ്റവും വലിയ ഘടകം ഏതാണ്? പൊതുസഭ. UNൻ്റെ ഏറ്റവും വലിയ ഘടകം പൊതുസഭ, ജനറൽ അസംബ്ലിയാണ്. ഏറ്റവും കൂടുതൽ സമാധാന നോബൽ ലഭിച്ച സംഘടന ഏതാണ്? റെഡ് ക്രോസ്. ഏറ്റവും കൂടുതൽ സമാധാന നോബൽ ലഭിച്ച സംഘടന റെഡ് ക്രോസ് ആണ്. ഡൽഹി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സുൽത്താനേറ്റ് രാജവംശം തുഗ്ലക് രാജവംശം. ഡൽഹി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സുൽത്താനേറ്റ് രാജവംശം ഏതാണ്? തുഗ്ലക് രാജവംശമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഗൾ ഉദ്യാനം ഏതാണ്? റാം ബാഗ് ആണ്. ബാബറിൻ്റെ കാലത്ത് 1528 അത് പണി കഴിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ മുഗൾ ഉദ്യാനമാണ് റാം ബാഗ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? മിൽട്ടൺ ഹാളാണ്. ഇതൊരിക്കലും ഒരു ഓർഡർ ആയിട്ടില്ല, കാരണം നമ്മൾ പല ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ളതാണ്. ഏറ്റവും വലുത് എന്നുള്ളതാണ്. ഇടയിൽ വേറെയും ക്വസ്റ്റ്യൻസ് കയറി വരാം, പക്ഷേ അത് നിങ്ങൾക്ക് ഒരു ബോണസ് പോയിന്റ് മാത്രമാണ്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഏതാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് അല്ലേ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെയുള്ളത്? ഗുജറാത്തിലാണുള്ളത്. 182 മീറ്ററാണ് അതിൻ്റെ ഉയരം വരുന്നത്. 597 ഫീറ്റാണ്. 2018 ഒക്ടോബർ 31 അത് ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഏതായിരുന്നു? ഹൈദരാബാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഹൈദരാബാദ്. കായിക പരിശീലകർക്കുള്ള ഏറ്റവും ഉന്നത പുരസ്കാരം ദ്രോണാചാര്യ അവാർഡാണ്. 1985 തുടങ്ങിയത്. കായിക പരിശീലകർക്കുള്ള ഏറ്റവും ഉന്നത പുരസ്കാരം ദ്രോണാചാര്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം ഏതാണ്? ഖേൽ രത്ന അവാർഡാണ്. 1992 മുതൽ തുടങ്ങിയതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം ഖേൽ രത്ന അവാർഡ്. ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ആണവ നിലയം ഏതാണ്? ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ആണവ നിലയമാണ് കൂടംകുളമാണ്. സ്ഥാപിത ശേഷി 2000 മെഗാവാട്ടാണ്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം നിക്ഷേപം ഉള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ യുറേനിയം നിക്ഷേപം ഉള്ളത് ആന്ധ്രാപ്രദേശിലെ തുമ്മലപ്പള്ളിയിലാണ്. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. ഏറ്റവും വലിയ അക്ഷാംശരേഖ ഭൂമധ്യരേഖയാണ്. അത് നമുക്ക് ഇതിൽ നോക്കിയാൽ മാപ്പിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. ഏറ്റവും വലിയ തടാകം, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ തടാകം വിക്ടോറിയ തടാകമാണ്. ഏതാണ്? വിക്ടോറിയ തടാകമാണ്. ഏറ്റവും വലിയ വൻകര ഏതാണ്? ഏഷ്യ വൻകര. ഏറ്റവും വലിയ വൻകര ഏഷ്യ വൻകര. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ. ലോകത്തിലെ ഏറ്റവും ഏറ്റവും നീളം കൂടിയ റെയിൽവേ ട്രാൻസ് സൈബീരിയൻ റെയിൽവേ റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ മരുഭൂമി. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വതനിര അറ്റ്ലസ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയം. ഏഷ്യയിലെ ഏറ്റവും വലിയ ശൈത്യ മരുഭൂമി ഗോബി മരുഭൂമിയാണ്, മംഗോളിയയിലെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി എവറസ്റ്റ്.
ലോകത്തിലെ ഏറ്റവും വലിയ സേന ഉള്ള രാജ്യം സേനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സേനയുള്ള രാജ്യം ചൈനയാണ്. ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള ഏഷ്യൻ രാജ്യം ചൈന. ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള ഏഷ്യൻ രാജ്യം ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ മത തീർത്ഥാടന സംഗമം നടക്കുന്നത് അല്ലെങ്കിൽ മത തീർത്ഥാടന സംഗമം ഏത്? കുംഭമേള. ലോകത്തിലെ ഏറ്റവും വലിയ മത തീർത്ഥാടന സംഗമമാണ് കുംഭമേള. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രാമം ഒയ്മ്യൂക്കോൺ റഷ്യ. ഒയ്മ്യൂക്കോൺ റഷ്യയാണ്. ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരം ഏത് രാജ്യത്തിൻ്റേതാണ്? ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമുള്ളത് ഏത് രാജ്യത്തിനാണ്? റഷ്യക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യൻ പെനിൻസുല. അറേബ്യൻ പെനിൻസുല. നദികളില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. നദികളില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം സൗദി അറേബ്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ച്. ഗുജറാത്തിലെ കച്ച്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ. ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ വൂളാറാണ്, ജമ്മു കാശ്മീരിൽ. വൂളാർ എവിടെയുള്ളത്? ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകവും ഏറ്റവും വലിയ ഉപ്പുജല തടാകവും ചിൽക്കയാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് വൂളാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ. ഇന്ത്യയുടെ ഏറ്റവും വലിയ മരുഭൂമി താർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാഞ്ചുലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാഞ്ചുലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യൻ മ്യൂസിയം കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് ഏതാണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഒഡീഷയിലെ ഹിരാക്കുഡ് അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്, നേരത്തെ ചോദിച്ചത് നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് എന്ന് പറഞ്ഞത്. ഹിരാക്കുഡ് നീളം കൂടിയത്. ഉയരം കൂടിയത് തെഹ്രി അണക്കെട്ടാണ്. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നതാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് ഗംഗയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് സിന്ധു ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുനയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ടിബറ്റൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴയ മടക്കുപർവ്വതം, ആദ്യം ചോദിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതമാണ് ഹിമാലയം എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പഴയ മടക്കുപർവ്വതം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പഴയ മടക്കുപർവ്വതമാണ് ആരവല്ലി നിരകൾ. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ജിൻഡാഗാഡ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം.
ലോകത്തിലെ ഏറ്റവും വലിയ നദി നൈലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ചോദിച്ചാൽ ആമസോണാണ്. അപ്പോൾ ഏറ്റവും വലിയ നദി നൈലും ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ആമസോൺ നദിയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിസ്തീർണാടിസ്ഥാനത്തിൽ നോക്കുകയാണ് പറഞ്ഞാൽ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്, രാജസ്ഥാൻ എന്ന് പറഞ്ഞ പോലെ. അതുപോലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ഹിമാലയം നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. ഹിമാലയം നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചെനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചെനാബ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി സത്ലജ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യദ്വീപ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യദ്വീപ് മാഞ്ചുലി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബൻസിരി. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരി. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഹെമിസ് നാഷണൽ പാർക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുമ്പ് നിക്ഷേപമുള്ള രാജ്യം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് താപവൈദ്യുതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ട്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാകുഡ് അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി. ഏറ്റവും വലിയ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ദാദ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശം മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? മലനാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലുതും വീതിയേറിയതുമായ ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലുതും വീതിയേറിയതുമായ ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം തീരപ്രദേശം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം തീരപ്രദേശം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. 244 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്നല്ല അറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ്. 777 ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തൃതി. 777 ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തൃതി വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഇതിനു മുമ്പ് പാലക്കാടായിരുന്നു, അത് മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാട്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്കാണ്. ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ വേഗത്തിൽ പറഞ്ഞു പോകാം. ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന, UN എന്നറിയപ്പെടുന്നത്. UNൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ, ജനറൽ അസംബ്ലി എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ സമാധാന നോബൽ ലഭിച്ച സംഘടനയാണ് റെഡ് ക്രോസ്. ഡൽഹി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സുൽത്താനേറ്റ് രാജവംശമാണ് തുഗ്ലക് രാജവംശം. ഇന്ത്യയിലെ ആദ്യ മുഗൾ ഉദ്യാനമാണ് റാങ്ക് ബാഗ്. ബാബറിൻ്റെ കാലത്താണ് 1528 ആ ഉദ്യാനം പണികഴിപ്പിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ ഇംഗ്ലീഷുകാരനാണ് മിൽട്ടൺ ഹാൾ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഏതാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ്. ഗുജറാത്തിലാണ്. 2018 ഒക്ടോബർ 31 അതിൻ്റെ ഉദ്ഘാടനം കഴിച്ചത്. 182 മീറ്ററാണ്
ഹൈറ്റ് 597 ഫീറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഹൈദരാബാദ്. കായിക പരിശീലകർക്കുള്ള ഏറ്റവും ഉന്നത പുരസ്കാരം ദ്രോണാചാര്യ അവാർഡാണ്. 1985 ഇത് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കായിക പുരസ്കാരം ഏതാണ്? ഖേൽ രത്ന അവാർഡ്. ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ആണവ നിലയം കൂടംകുളം. സ്ഥാപിത ശേഷി 2000 മെഗാവാട്ടാണ്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം നിക്ഷേപമുള്ളത് ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലെ തുമ്മലപ്പള്ളിയിലാണ്. ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. ഏറ്റവും വലിയ തടാകം, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ തടാകം വിക്ടോറിയ തടാകമാണ്. ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ആണ്, റഷ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ മരുഭൂമി. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വതനിര അറ്റ്ലസ് പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയം. ഏഷ്യയിലെ ഏറ്റവും വലിയ ശൈത്യ മരുഭൂമി ഗോബി മരുഭൂമിയാണ്, മംഗോളിയയിലെ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ സേനയുള്ള രാജ്യം സേനയാണ്. ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള ഏഷ്യൻ രാജ്യം ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ മത തീർത്ഥാടക സംഗമം കുംഭമേള. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രാമം ഓയ്മ്യുഫ്യോൺ ആണ്, റഷ്യ. ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരം ഏത് രാജ്യത്തിൻ്റേതാണ്? റഷ്യയുടേതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യൻ പെനിൻസുലയാണ്. നദികളില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം സൗദി അറേബ്യ. ഏറ്റവും വലിയ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈന. ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാ കനാൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം, ഒഡീഷ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ജമ്മു കാശ്മീരിലെ ബൂളാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം ചിൽക്ക. ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാഞ്ചുലി. ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യൻ മ്യൂസിയം കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാകുഡ്, ഒഡീഷ. ഇന്ത്യയിലെ ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹിരി അണക്കെട്ട്. നീളം കൂടിയ അണക്കെട്ട് ഹിരാകുഡാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധുവും ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയുമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി യമുന. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ടിബറ്റൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പഴയ മടക്കുപർവ്വതം ആരവല്ലി നിരകൾ. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ജിന്തഗാഡ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ നദി നൈൽ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ലോകത്തിലെ നദി ആമസോൺ. ഏറ്റവും വിസ്തീർണമുള്ള കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണമുള്ള കേന്ദ്രഭരണ പ്രദേശം വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി സിന്ധുവിലെ ഏറ്റവും വലിയ പോഷക നദി ചെനാബ്. ഇന്ത്യയിലെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി സത്ലജ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാഞ്ചുലി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബൻസിരി. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപമുള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് താപവൈദ്യുതി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ട്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാകുഡ്. ഏറ്റവും വലിയ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെന്റർ ദാബ ആറ്റോമിക് റിസർച്ച് സെന്റർ.
കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസമൃദ്ധിയുള്ള നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഒന്നുകൂടെ നോക്കാം. ഏറ്റവും വലിയ സംസ്ഥാനം ഇന്ത്യയുടെ ഏതാണ്? രാജസ്ഥാനാണ്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഏറ്റവും വലിയ സംസ്ഥാനം ജനസംഖ്യ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. അതുപോലെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ കേന്ദ്രഭരണ പ്രദേശം നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഡൽഹിയാണ്. ഏറ്റവും വലിയ ജില്ല ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? കച്ചാണ്. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് ദേശീയോദ്യാനം. ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി. ഏറ്റവും വലിയ നദി ഗംഗാ നദി. ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം കൈലാസ ക്ഷേത്രം എല്ലോറ. ഏറ്റവും വലിയ മൃഗമേള സോൺപൂർ മേള ബീഹാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ നദി നൈലാണെന്ന് നീളം കൂടിയ നദി നൈലും. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ആമസോണുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം മൗന ലോവയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. അപ്പോൾ വീണ്ടും പറഞ്ഞത് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ പുതിയ ക്ലാസ്സുകളുമായി വരുന്നതായിരിക്കും. ചെറുതും അതുപോലെ ആദ്യത്തേതും എന്നിങ്ങനെ. ഇതാകുമ്പോൾ നമുക്ക് എക്സാമിന് പോണതിന് മുമ്പായാലും ഒന്ന് കേട്ടിട്ട് പോയി പറഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ചോദ്യങ്ങൾ ഇതുപോലെ വരാറുള്ളതാണ്. നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, ബൈ.